ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എൻ്റെ ലക്കി ബാമ്പു നല്ല ഹെൽത്തി ആയിട്ടാട്ടോ നിൽക്കുന്നത്. ഒത്തിരി പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള പരിചയം എനിക്കുണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ലക്കി ബാമ്പുവിൻ്റെ പോലെ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാന്റ് വേറെ ഇല്ല. നമ്മുടെ വീട്ടിൽ ഒത്തിരി ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ എന്നോട് ഇങ്ങനെ കമൻസ് വരാറുണ്ടായിരുന്നു, മണ്ണിലാണോ വെള്ളത്തിലാണോ ലക്കി ബാമ്പു ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കാന്നുള്ളത്. രണ്ടും നല്ല ഹെൽത്തി ആയിട്ട് വളരും. മണ്ണിലാവുമ്പോൾ കുറെ കൂടെ കാട് പിടിച്ച് ഇങ്ങനെ കുറെ കുഞ്ഞു മുകുളങ്ങളൊക്കെ ഇഷ്ടം പോലെ വരും. വെള്ളത്തിലാവുമ്പോൾ ഗ്രോത്ത് കുറച്ച് സ്ലോ ആവുന്നുള്ളൂ, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല തക്കടുമുണ്ടനായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ അരച്ച് വെച്ച മാവൊന്നുമല്ല. ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് മലയാളി ഫാമിലി ഉണ്ട്, വിശാഖേൻ്റെ ഫാമിലി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ പോയപ്പോൾ അവർ വീട്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ കണ്ട ഡബ്ബ നിറയെ മാവ് കൊണ്ടാട്ടോ വീട്ടിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വിഭവസമൃദ്ധമായിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഓട്സ് ഒക്കെ തന്നെയാണ് സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളത് പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാട്ടോ മെയിനായിട്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അത് രണ്ടുപേർക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ അരിയാഹാരങ്ങൾ പൊതുവേ ഞങ്ങൾ കുറച്ചെടുക്കുന്നതുകൊണ്ടാണ്. പക്ഷെ വല്ലപ്പോഴും ഇതേപോലെ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നോ എന്നാ സ്വർഗ്ഗം കിട്ടുന്നൊരു ഫീലാണ്. ഇതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് ചട്നി ഉണ്ടാക്കി, റെഡ് ചട്നി ഉണ്ടാക്കി, പിന്നെ കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് കഴിച്ചപ്പോൾ വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച അമ്മോട് കുറേ നേരമൊക്കെ സംസാരിച്ചു. ഇന്ന് പപ്പയുടെ ഓർമ്മ ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.